ഏതായാലും ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആക്രമത്തിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ CPIM-ൻ്റെ രാഷ്ട്രീയം പറയുന്നവരല്ലെന്ന് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. BJP ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് വസ്തുതയാണ്. മഹാഭാരതത്തിൽ അത് വളരെ കൃത്യമാണ്. ചത്തത് കീചകനുമാണ്, കൊന്നത് ഭീമനുമാണ്. അതുകൊണ്ട് അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആരുടെ അജണ്ടയാണ്, വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ ഇവിടെ ശരത്ത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ വടക്കേ ഇന്ത്യയിലെ മുഹമ്മദ് അഖ്ലഖിൻ്റെ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ UP മുഖ്യമന്ത്രി ബഹുമാന്യനായ നമ്മുടെ UP മുഖ്യമന്ത്രി കേസ് കോടതിയിൽ കൊടുക്കുന്ന സമയമാണിത്. കോടതി അതിനെ തൽക്കാലം നിരസിച്ചിരിക്കുകയാണ്. ആ കേസ് പിൻവലിക്കണമെന്നാണ്. ഇറച്ചി കൈവശം വെച്ചിരുന്നു എന്ന പേരിൽ നിങ്ങൾ നടത്തിയ ആൾക്കൂട്ട കൊലപാതകം, അതാണ് മുഹമ്മദ് അഖ്ലഖിൻ്റെ കൊലപാതകം. അപ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് പരിശീലനം ലഭിക്കുന്നതും ആശയം ലഭിക്കുന്നതും പ്രചോദനം ലഭിക്കുന്നതും BJPയുടെ RSSൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. കാരണം അതിനകത്ത് വലിയ തെളിവുകൾ കണ്ടെത്താൻ പറ്റത്തില്ല, ഒരുമിച്ച് കൊന്നു കഴിഞ്ഞാൽ വലിയ തെളിവുകൾ കിട്ടത്തില്ല എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ടിപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുകയാണ്.